ജനനമെന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മരണമെന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞാൻ നടത്തുന്ന എക്സ്കർഷൻ. സ്വന്തം ജീവിതത്തെ സലിം കുമാർ ഒരിക്കൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: എന്തൊക്കെ അവാർഡുകൾ സ്വന്തമാക്കിയാലും ശരി, ജീവിതം ഒരു ICUവിൽ തീരാവുന്നതേയുള്ളൂ എന്ന സ്വന്തം വാക്കുകളെ അന്വർത്ഥമാക്കി മലയാളത്തിൻ്റെ ചിരിയുടെ മണവാളൻ മടങ്ങി. തഗ്ഗുകളുടെ ആശാനായിരുന്നു മലയാളികൾക്ക് സലിം കുമാർ. സലിം കുമാർ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗെങ്കിലും നിത്യജീവിതത്തിൽ പറയാത്ത ആളുകൾ വിരളമായിരിക്കും. സവാള ഗിരിഗിരി, ഈശ്വര ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞ് ചിരിക്കാനായി, ഇതൊക്കെ എന്ത്, മുദ്ര ശ്രദ്ധിക്കണം മുദ്ര, എനിക്ക് ഭ്രാന്തായതോ അതോ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായതോ തുടങ്ങി അദ്ദേഹം തൊടുത്തുവിട്ട ചിരിപ്രയോഗങ്ങൾ ആർക്ക് മറക്കാനാകും. മീശ മാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, കല്യാണരാമനിലെ വെൽക്കം ബോർഡിൽ എവിടെ വെക്കണമെന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചു നിന്ന പ്യാരി, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, തിളക്കത്തിലെ അളിയൻ ഓമനക്കുട്ടൻ, CAD മൂസയിലെ ഭ്രാന്തൻ തുടങ്ങി മറ്റൊരാളെ സങ്കല്പിക്കാനാവാത്ത വിധം സലിം കുമാർ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ അനവധിയാണ്. സോഷ്യൽ മീഡിയ ശക്തിയാർജിച്ച കാലത്ത് ട്രോളുകളെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സലിം കുമാർ കഥാപാത്രങ്ങൾ. മണവാളനും പ്യാരിയും തെങ്കാശിപ്പട്ടണത്തിലെ മുത്തുരാമനുമെല്ലാം ട്രോളുകളായും മീമുകളായും സോഷ്യൽ മീഡിയ ഇപ്പോഴും ഭരിക്കുന്നു. മലയാളത്തിലെ ട്രോളന്മാർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച താരങ്ങളിൽ ഒരാളും സലിം കുമാർ തന്നെയാണ്. വെറും ചിരിത്താരം എന്നതിലുപരി മലയാളികൾക്ക് തൻ്റെ മറ്റൊരു മുഖം കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് സലിം കുമാർ. അച്ഛനുറങ്ങാത്ത വീട്, കേരള കഫേ, ആദാമിൻ്റെ മകൻ അബു, കറുത്ത ജൂതൻ, ഫയർമാൻ, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മാരിയാൻ എന്നിവ അതിൽ ചിലത് മാത്രം. കറുത്ത ജൂതൻ, കമ്പാർട്ട്മെന്റ്, ദൈവമേ കൈതൊഴാം, കേക്കുമാറാകണം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനുമായി അദ്ദേഹം. രാഷ്ട്രീയം ഉൾപ്പെടെ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് സലിം കുമാർ. കൃത്രിമമായി ചിരിക്കാനോ കെട്ടിപ്പിടിക്കാനോ തന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞു അദ്ദേഹം. സിനിമയിൽ ഹാസ്യം സൃഷ്ടിക്കുന്നത് എപ്പോഴും ദരിദ്രന്റെ പണിയായിരിക്കുമെന്ന് തുറന്നടിക്കാനുള്ള ധൈര്യം കാണിച്ചയാളും സലിം കുമാർ തന്നെ. ചിറ്റാറ്റുകരയിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളിലേക്കുള്ള സലിം കുമാറിന്റെ യാത്രയ്ക്ക് കണ്ണീരുപ്പിന്റെയും കഠിനാധ്വാനത്തിൻ്റെയും അകമ്പടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സംഭാഷണം കടമെടുത്തു പറയട്ടെ: എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ആയിരുന്നില്ല മലയാള സിനിമയ്ക്ക് സലിം കുമാർ.